വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗം. അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ പക്കലേക്ക് അയച്ചിരിക്കുന്നു. യഹൂദജനം കാത്തിരുന്നത് റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു മിശിഹായാണ്. എന്നാൽ ഭൗതികമായ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മാത്രമല്ല യേശു വന്നത്, അവരെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തുവാൻ കൂടിയാണ്. യഹൂദർ ഉദ്ദേശിച്ച മിശിഹായെ അവർ ഈശോയിൽ കണ്ടെത്തുന്നുമില്ല. നാമൊക്കെ കാത്തിരിക്കുന്നത് നമ്മുടെ ഭാവനകളെ, നമ്മുടെ പ്രതീക്ഷകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണോ? പ്രാർത്ഥനയോടെ വിവേചിക്കുവാനും പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളുവാനും പൂർണ്ണ ശരണത്തോടെ ദൈവിക പദ്ധതിയോട് സഹകരിക്കുവാനുമൊക്കെ നാം തയ്യാറാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ ചില പരുക്കൻ യാഥാർത്ഥ്യങ്ങളിൽ ചകിതനായിട്ട് ഒരു നിമിഷം സ്നാപകനും ചോദിച്ചു പോവുകയാണ്, ഞങ്ങൾ ഇനിയും വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന്. അവിടെ കർത്താവ് അവന് ഉത്തരം നൽകുന്നുണ്ട്. സ്നാപകനെ പോലെ തൻ്റെ ആശങ്കകളും ആവലാതികളുമൊക്കെ ദൈവത്തെ അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടോ? ഒരു ശിശുവിനെ പോലെ ദൈവത്തിൽ ശരണപ്പെടാനും അവൻ നൽകുന്ന ആശ്വാസവും സമാധാനവും അനുഭവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും എത്ര പ്രാവശ്യം സാധിച്ചിട്ടുണ്ട്. വിളിക്കപ്പെട്ടവനെങ്കിലും സ്നാപകനും വെറുമൊരു മനുഷ്യനായിരുന്നു. ദൈവം അവന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അമാനുഷികരായ വ്യക്തികളെയൊന്നുമല്ല, നമ്മുടെയൊക്കെ ഭവനങ്ങളിലും രക്തബന്ധങ്ങളിലും ചുറ്റുവട്ടങ്ങളിലുമുള്ള സാധാരണ മനുഷ്യരെയാണ്. അവൻ ഒരുങ്ങിയിരിക്കുന്നവരെ അല്ല വിളിക്കുന്നത്, വിളിക്കുന്നവരെ ഒരുക്കുകയാണ് ചെയ്യുക. ഈ വിളിക്കപ്പെട്ടവരെയൊക്കെ നമ്മളിൽ ഒരാളാണ് അവരെന്നോർക്കാതെ നാം അവരെ തിടുക്കപ്പെട്ട് വിധിച്ചിട്ടുണ്ടോ? അവരിലെ ബലഹീനതകളിലും ന്യൂനതകളിലും ക്ഷമയും ഉപവിക്കടുത്ത സ്നേഹവും കാണിക്കാതെ പോയിട്ടുണ്ടോ? നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ വഴി നാം അവരെ ബലപ്പെടുത്തിയിട്ടുണ്ടോ? സ്നേഹമുള്ളവരെ, രക്ഷ നമ്മിലേക്ക് കടന്നു വരുന്ന ഇടങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ മക്കളായി, ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കരുതലിൻ്റെയും മക്കളായി തീരുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.